അപ്പൊ തുടങ്ങാല്ലേ? കേരളത്തിൽ തിരുവനന്തപുരത്തുണ്ടായ ജയം വലിയ വിജയമായി രാജ്യം മുഴുവൻ ഉയർത്തിക്കാട്ടുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എന്തായാലും ബംഗാളികൾക്ക് നല്ല കാലമാണ്. തെരഞ്ഞെടുപ്പിന് 2 മാസം മാത്രം ശേഷിക്കെ 12 പുതിയ ട്രെയിൻ സർവീസുകൾ ഇതാ കിട്ടിയിരിക്കുന്നു. അസമും തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. ഇപ്പൊ ഇന്നും നാളെയും ബംഗാളും അസമുമാണ് സന്ദർശിക്കുന്നത്. അസമിലേക്കും വലിയ പ്രഖ്യാപനങ്ങളുണ്ട്. ഇപ്പോൾ 126 സീറ്റുള്ള അസമിനേക്കാൾ വലിയ സംസ്ഥാനമാണ് കേരളം. നമുക്ക് 140 നിയമസഭാ സീറ്റുകളുണ്ട്. കേരളവും ഈ അസമിനൊപ്പവും ബംഗാളിനൊപ്പം ഒക്കെ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. കേരളത്തിനൊന്നുമില്ല എന്നതാണ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ ആരും ഒന്നും തന്നില്ല, ഇവിടെ ഒന്നും കിട്ടിയില്ല. അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം കേരളത്തിൽ BJP നേടിയ വിജയം ദേശീയ തലത്തിൽ ഇപ്പോൾ BJP നേതാക്കൾ, പ്രധാനമന്ത്രി അടക്കമുള്ള BJP നേതാക്കളൊക്കെ തന്നെ വലിയ രീതിയിൽ ഉയർത്തിക്കാട്ടുന്നുണ്ട്. അമിത്ഷാ കഴിഞ്ഞ ദിവസം വന്ദേ ഭാരത് ട്രെയിനുകൾ മാത്രമല്ല, അമൃത് ഭാരത് എക്സ്പ്രസ് അത് കഴിഞ്ഞ ആഴ്ച പ്രഖ്യാപിച്ചിരുന്നു. 12 ട്രെയിനുകളാണ് പ്രഖ്യാപിച്ചത്. ആ 12-ൽ 5 ബംഗാളിനാണ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല തമിഴ്നാടിനും ഒരു ട്രെയിൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ നോക്കുമ്പോൾ കേരളത്തെ പാടെ നിഷേധിക്കുന്ന ഒരു സമീപനമാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം നേരോടെ നിർഭയം നിരന്തരം. കേരളത്തിന്റെ ഗതാഗത ഭൂപടത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഇന്ത്യൻ റെയിൽവേയുടെ പുതിയ വേഗതയും കരുത്തും തിരുവനന്തപുരത്തേക്ക് എത്തുകയാണ്. ഗ്രഹണം ബാധിച്ചാലും അതിനൊരു സമയമുണ്ട്. സൂര്യൻ ആ കറുത്ത മറവിട്ട് പുറത്തു വരും. അതുപോലെ തന്നെയാണ് സത്യം. ജനുവരി 23 കേരളത്തെ സംബന്ധിച്ചിടത്തോളം റെയിൽവേ വികസനത്തിന്റെ ചരിത്രത്തിൽ സുവർണ അക്ഷരങ്ങളാൽ രേഖപ്പെടുത്തേണ്ട ഒരു ദിനമായി മാറുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തി പുത്തൻ അമൃത് ഭാരത് എക്സ്പ്രസുകൾ ഫ്ളാഗ് ഓഫ് ചെയ്യുമ്പോൾ അത് ലക്ഷക്കണക്കിന് സാധാരണക്കാരായ യാത്രക്കാരുടെ കാലങ്ങളായുള്ള സ്വപ്നങ്ങൾക്കാണ് പച്ചക്കൊടി കാട്ടുന്നത്. സാധാരണക്കാരായ യാത്രക്കാർക്ക് കുറഞ്ഞ ചെലവിൽ ദീർഘദൂര യാത്രകൾ സാധ്യമാക്കുക എന്നതാണ് ഇതിന്റെ പ്രാഥമിക ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടുന്ന അന്തർ സംസ്ഥാന സർവീസുകൾക്കായാണ് അമൃത് ഭാരത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ കേരളത്തിന്റെ 2 അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളുടെ റൂട്ടുകളും ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിന് അമൃത ഭാരത് ട്രെയിൻസ് കിട്ടിത്തുടങ്ങാൻ പോവാണ്. നമ്മുടെ തിരുവനന്തപുരത്ത് നിന്നും തിരുവനന്തപുരം താമ്പരം, പിന്നെ തിരുവനന്തപുരം ചർലപ്പള്ളി, അതായത് ഹൈദരാബാദ്, പിന്നെ നാഗർകോവിൽ, തിരുവനന്തപുരം വഴി മംഗലാപുരം, അങ്ങനെ 3 സർവീസാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മുടെ അമൃത ഭാരതിൻ്റെ റേക്ക് ആദ്യമായിട്ട് കേരളത്തിലേക്ക് വരുന്നൊരു വിഷലാണ്. നമുക്ക് ലൈറ്റൊക്കെ ഇട്ടുതന്നു കേട്ടോ. പൊളി പൊളി പൊളി. മൂടി വെക്കാം, വളച്ചൊടിക്കാം. പക്ഷേ ഒരു നാൾ ഒരിടത്തത് പുറത്തു വരും മിസ്റ്റർ സൂപ്പറിൻറ്റൻഡന്റ് ഓഫ് പോലീസ്. അപ്പൊ എല്ലാം പറഞ്ഞാൽ